എല്ലാവർക്കും ഏകദേശീയ ആശംസകൾ. ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായ കുറച്ച് ഏകദേശി ഭോഗുകൾ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് സാബുദാനയാണ്. ഈ സാബുദാന കുറച്ച് വെള്ളത്തിലിട്ട് തലേദിവസം വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. ഇത് ബദാമാണ്, അത് ചെറിയ ചെറിയ പീസായി നുറുക്കണം. പിന്നെ പാല്, പഞ്ചസാര, പിന്നെ നമുക്ക് മണത്തിന് വേണ്ടി കാശ്മീരി സുഗന്ധദ്രവ്യമാണത്, ഖവ ചേർക്കാവുന്നതാണ്. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഏലക്ക ചേർക്കാവുന്നതാണ്. ആദ്യമായി നമ്മൾ പാല് നന്നായി തിളപ്പിച്ച് ഒന്ന് ചെറുതായി വറ്റിക്കുകയാണ് വേണ്ടത്. തിളച്ചു പൊന്തിയ പാലിലേക്ക് നമുക്ക് കുറച്ച് ഖവ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നും കൂടി നന്നായി തിളച്ച് ഖവ അതിൽ ചേരുന്നത് വരെ, ചേർന്ന് കഴിഞ്ഞാൽ ഒരു കളർ വരും, അതുവരെ നമുക്ക് തിളപ്പിക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് സാബുദാന, കുതിർത്തി വെച്ച സാബുദാന ഇട്ട് കൊടുക്കുന്നു. ഇട്ട് നന്നായി ഇളക്കുക. ആവശ്യത്തിന് കൂടുതൽ ഇടരുത്, കുറച്ചേ ഇടാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ സേമിയ കട്ട പിടിക്കുന്നത് പോലെ ഇതും കട്ട പിടിക്കാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് വളരെ കുറച്ച് സാബുദാന ഇട്ട് കൊടുക്കുക. സാബുദാന ഇത്തിരി വെന്ത് വന്നിട്ടുണ്ട്. സാബുദാന വെന്ത് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർക്കുക. ഇനി നമ്മൾ പായസത്തിലേക്ക് കുറച്ച് ബദാം വഴറ്റി ചേർക്കാൻ പോവാണ്. നെയ്യിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഉപയോഗിക്കാവുന്നതാണ്. അണ്ടിപ്പരിപ്പ് മുന്തിരി ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ബദാം ഇതിലേക്ക് ഉപയോഗിക്കുന്നത്. ബദാം ആഡ് ചെയ്ത് കുറച്ച് നേരം ഒന്ന് വഴറ്റും. ഇതിപ്പോ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം. ചൂടുള്ള നെയ്യും കൂടി ചേർത്ത് കൊടുക്കണം. നന്നായി ഇളക്കി ചേർക്കണം. ഇപ്പോൾ നമ്മുടെ പായസം റെഡിയാണ്.